morning. Good morning, Miss. 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 Good morning. PDF കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? Measures to maintain safety. Measures to maintain safety. ലേബർ റൂമില് ഏതെല്ലാം മെഷേഴ്സ് ആണ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് പാലിക്കേണ്ടത്? ഓക്കെ, നോക്കാം. സൗണ്ട് ക്ലിയർ ആണോ? യെസ്. Standard safety procedure must be followed by all medical staffs. Standard safety procedure must be followed by all medical staff. അല്ലെ, എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും തന്നെ എന്താണ് അവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെ, അതായത് വൃത്തിയായി നടക്കേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും എന്താണ് അവരെ മെഡിക്കൽ സ്റ്റാഫുകള് ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി periodic service and training sessions on infection control to be held. എന്താണ് periodic service and training sessions on infection control to be held? എന്താ പറയുന്നത്? അതായത് ഇൻ സർവീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക്, ഇൻ സർവീസിൽ നിന്നാണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രത്യേക, അതായത് അണുവിമുക്തമാക്കുന്നതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ കൃത്യമായിട്ട് നൽകുക അല്ലെ. അതിനുവേണ്ടി പ്രത്യേക സെഷൻസ്, അതായത് എന്താണ് അണുവിമുക്ത നിയന്ത്രണങ്ങളെ കുറിച്ചിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകള് അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങള് ഓരോ ഇൻ സർവീസസിലുള്ള സ്റ്റാഫുകൾക്ക് നൽകുക. Then the clothing worn should be sanitary and clean. The clothing worn should be sanitary and clean. എന്താ പറയുന്നത്? എങ്ങനെയുള്ള ക്ലോത്ത്സുകളാണ് ഉപയോഗിക്കാൻ പറയുന്നത്? എങ്ങനെയുള്ള ക്ലോത്ത്സുകളാണ്? സാനിറ്ററി ആൻഡ് ക്ലീൻ അല്ലെ, വളരെ വൃത്തിയായിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട വൃത്തിയായിട്ടുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യുക. അത് ക്ലീൻ ആയിരിക്കണം, ശുചിത്വമുള്ളതായിരിക്കണം. Then PPE has to be accessible. എന്താണ് PPE? PPE എന്താണ്? PPE എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മുടെ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മള് ഇത് പഠിച്ചിട്ടില്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സ്റ്റാഫുകളുടെ ഗ്ലൗസ്, മാസ്ക്, ഷൂസ്, അതൊക്കെ. ഓക്കെ, അതെന്താണ്? അത് കൃത്യമായ രീതിയിൽ അത് ഉറപ്പാക്കണം അല്ലെ, എല്ലാവരും തന്നെ PPE വെയർ ഉപയോഗിച്ചിരിക്കണം. Then training for employees on general and particular practices. Training for employees on general and particular practices. എന്താണ്? ഓരോ സ്റ്റാഫുകൾക്കും പ്രത്യേകമായിട്ടുള്ള, അതായത് ജീവനക്കാർക്ക് പ്രത്യേകമായ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൃത്യമായ ഇടവേളകളിൽ നൽകേണ്ടതുണ്ട്. Then infection patient should be admitted in accordance with hospital protocols. Infection patient should be admitted in accordance with the hospital protocols. എന്താണ്? അണുബാധയുള്ള രോഗികളെ അവർക്ക് പ്രത്യേകമായിട്ടൊരു കെയർ നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അണുബാധയുള്ള രോഗികളെ ആശുപത്രിയിലേക്ക് അനുസൃതമായിട്ട് തന്നെയാണ് അവിടെ
പരിപാലിക്കേണ്ടത്. അവർക്ക് പ്രത്യേകമായിട്ടൊരു എന്താണ് റൂമിലായിരിക്കണം അവിടെ അണുബാധയുള്ളത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും, അത് കൃത്യമായി പാലിക്കുകയും വേണം. ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള പേഷ്യൻസിനെ എന്താണ് ആ ഒരു നല്ല രീതിയിൽ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. All fitting clothes, tools and waste need to be treated as contaminated and handled carefully. All fitting clothing tools and waste need to be treated as contaminated and handled carefully. എന്താ പറയുന്നത്? എല്ലാ ഫിറ്റിംഗ് ടൂൾസ്, ക്ലോത്തിങ് ടൂൾസുകളൊക്കെ എന്താണ് നല്ല രീതിയിൽ അത് മലിനമാക്കാതെ എന്താണ് കെയർഫുൾ ആയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം, ക്ലീൻ ചെയ്തിരിക്കണം, കെയർഫുൾ ആയിട്ട് അത് ക്ലിയർ ചെയ്തിരിക്കണം. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻ, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. എന്താണ് എല്ലാ ഇൻസ്ട്രുമെന്റ്സും അതർ സപ്ലൈസ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാത്തരം ഇൻസ്ട്രുമെന്റ്സും ഡിവൈസസും എക്യുപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Patient should be provided with the sterile robes. Patient should be provided with the sterile robes. എന്താണ് രോഗികൾക്ക് എന്താണ് പേഷ്യൻസിന് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കൊടുക്കുക. റോബ്സ് എന്താണ് വസ്ത്രം. റോബ്സിന് സ്റ്റെറൈൽ റോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെ. പേഷ്യൻസിന് അണുവിമുക്തമായിട്ടുള്ള ജംഫ്രീ ആയിട്ടുള്ള റോബ്സുകൾ ധരിക്കാനായിട്ട് കൊടുക്കുക. അതായത് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളില്ലേ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന ടൈമില്ലേ, ലേബർ റൂം പേഷ്യൻസിന്റെ ഡ്രസ് കണ്ടിട്ടില്ലേ നിങ്ങള്? എങ്ങനെയുള്ളതാണ്? ബാക്ക് ഓപ്പൺ ആയിട്ട് വെള്ളി കിട്ടുന്ന തരത്തിലുള്ള കണ്ടിട്ടില്ലേ? യെസ്, അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അവ സ്റ്റെറൈൽ ആയിരിക്കണം, സ്റ്റെറൈൽ റോബ്സ് ആയിരിക്കണം. അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് നൽകേണ്ടത്. An evolution of employees' health is crucial. എന്താണ് an evolution of an employee's health is crucial എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവനക്കാരന്റെ ആരോഗ്യം എന്ന് പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ജീവനക്കാരന്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കും അല്ലെ. എപ്പോഴും നമ്മള് എന്താണ് ഹൈജീനിക് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഏറ്റാല് ആ ഒരു സ്റ്റാഫിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനായാലും തന്നെ എന്താണ് അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. ഓക്കെ, ഒന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുകള് ഏത് സ്റ്റാഫായാലും തന്നെ അതിന്റെ പ്രോട്ടോകോൾസുകള് വ്യക്തമായിട്ടുള്ള ജംഫ്രീ ആയിട്ടുള്ള ഉപകരണങ്ങളും സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഒക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടായാൽ മാത്രമേ ആൾക്ക് നല്ല രീതിയിലൊരു പെർഫോമൻസ് ഹോസ്പിറ്റലിൽ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്തരം മെഷേഴ്സ് ആണ് മെയിൻ സേഫ്റ്റി മെഷേഴ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? പിള്ളേരെ മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ, ഒന്നുകൂടി പറയണേ തന്നെ. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്സ്. എല്ലാവരും തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ സേഫ്റ്റി പ്രൊസീജിയേഴ്സുകളും മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെയുള്ള പ്രത്യേക നിയമാവലികൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എന്താണ് ഇൻ സർവീസിൽ എടുക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേക രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. എന്താണ് സാനിറ്ററി ആയിട്ടുള്ള ക്ലോത്ത്സുകൾ യൂസ് ചെയ്യുക. അത് വളരെയധികം ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർസുകൾ ഉപയോഗിക്കുക. പിന്നെന്താണ് ട്രെയിനിങ് എംപ്ലോയീസിന് പ്രത്യേക തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുക. പിന്നെന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളിൽ ഏർപ്പെടുത്തുക. പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നതിലേക്ക് അവരെ അഡ്മിറ്റ് ചെയ്യുക. ആൻഡ് ഫിറ്റിംഗ് ക്ലോത്ത്സ് അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ എന്താണ് അത് കണ്ടാമിനേറ്റഡ് ആവാതെ വളരെയധികം കെയർഫുൾ ആയിട്ട് നോക്കുക. ഇൻസ്ട്രുമെന്റ്സും അതർ സപ്ലൈസ് ഒക്കെ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുക.
പിന്നെ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന സ്റ്റെറൈൽ ഡ്രോപ്സ്, അവർക്ക് കൊടുക്കുന്ന വസ്ത്രങ്ങൾ അധികം എന്താണ് സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രോപ്സുകളായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെന്താണ് ഓരോ മെഡിക്കൽ ജീവനക്കാരന്റെയും എന്താണ് ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമായ ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് ഒരിക്കലും അത് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പൊ ആള് തന്നെ ഓരോ പേഴ്സണൽ സ്റ്റാഫും അവരുടെ പേഴ്സണൽ സേഫ്റ്റി ഓരോരുത്തരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെയുള്ള പ്രൊസീജിയേഴ്സുകൾ അവര് കൃത്യമായി നോക്കിയാൽ മാത്രമേ അവരെ കൂടെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ആ സ്റ്റാഫുകളും അവരുടെ പേഴ്സണൽ കെയറിലെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെയും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, ഏതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് ഒരു ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ടത്? എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അല്ലെ? നിങ്ങൾക്കറിയാം ഏറ്റവും എന്താണ് സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കും എന്ത് ലേബർ റൂം എന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തന്നെ രീതിയിലുള്ള പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്താണ്, ഹാൻഡ് വാഷിംഗ് അല്ലെ. കൈകള് വൃത്തിയായിട്ട് കഴുകണം. വെയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, PPE വെയറുകൾ കൃത്യമായി ധരിക്കണം. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാനൊന്നും പാടില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ തന്നെയാണ് പ്രോപ്പർ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. എന്തൊക്കെയാണ് ഷാർപ്പ് ഒബ്ജക്ട്സ്? ഷാർപ്പ് ഒബ്ജക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? പഠിച്ചിട്ടുള്ളത് ചോദിക്കാൻ പാടില്ല അല്ലെ. പഠിച്ചിട്ടുള്ളത് വെച്ചാൽ അങ്ങനെ ചോദിക്കരുത്. ഇഞ്ചക്ഷനോ, സിസേഴ്സ്, നീഡിൽസ്, പിന്നെ സർജറിക്കൽ ടൂൾസുകളൊക്കെ, അത്തരത്തിലുള്ള ഷാർപ്പ് ഒബ്ജക്ട്സുകൾ പ്രത്യേകമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. യാത്രത്തിൽ മുറിവുകളോ അത് താഴെ വീണ് പൊട്ടാനോ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, then sterilization. Okay. Sterilization and disinfecting of the items used. എന്താണ് പറയുന്നത്? Sterilization and disinfecting of the items used. എന്താണ്? ഉപയോഗിച്ച എല്ലാത്തരം ഉപകരണങ്ങൾ ഐറ്റംസ് എന്താണ് സ്റ്റെറിലൈസ് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിരിക്കണം അല്ലെ. അണുവിമുക്തമാക്കിയിട്ട് അത് ഉപയോഗിക്കണം. യൂസ് ചെയ്ത എല്ലാത്തരം ഉപകരണങ്ങളും സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കണം. Then processing of used equipment. Processing of used equipments. Processing of used equipments എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുന്നത്? Processing of used equipments. Yes, യൂസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ അണുവിമുക്തമാക്കുക, നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്യുക. Then sustaining a clean and aseptic environment. Sustaining a clean and aseptic environment. Aseptic environment നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയാണ് aseptic environment പഠിച്ചത്? aseptic എന്ന വാക്ക് പഠിച്ചത് എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്റർ, ICUലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എത്തരത്തിലുള്ള എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്? എത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്? ക്ലീൻ ആൻഡ് ക്ലിയർ എൻവയോൺമെന്റ് അല്ലെ. അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ലേബർ റൂമിന്റെ ഏറ്റവും വലിയൊരു മെയിൻ പ്രിക്കോഷൻസിൽ വരുന്നത്. നല്ല രീതിയിൽ അത് അസെപ്റ്റിക് ആയിരിക്കണം, അണുവിമുക്തമായിരിക്കണം ആ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രിക്കോഷൻസ്? ഏതൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ്, വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റസ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്,
sterilization and disinfecting of items used, and processing of used equipments and sustaining a clean and aseptic environment. ഇത്തരം പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത നോക്കാലോ. നമ്മൾ മെയിൻ ആയിട്ട് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. എന്താണ് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്? ഇനി ഏതെല്ലാം രീതിയിലാണ് ലേബർ റൂമിലെ അണുവിമുക്തമാക്കുന്ന പ്രോസസ്സിംഗ് നടക്കുന്നത്? ഏതൊക്കെ രീതിയിലാണിത് ക്ലീൻ ചെയ്യുന്നത്? ലേബർ റൂം ഏതെല്ലാം രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്? എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്? ഓക്കെ, സം ഓഫ് ദി ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ്. ഇനി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് റൂൾസുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓരോന്ന് നോക്കിയേ, എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? Any equipment brought into the labor room from outside must be wiped and cleaned. എന്താണ്? പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു ഉപകരണമാണെങ്കിലും അല്ലെ, ഏതൊരു എക്യുപ്മെന്റ്സും എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്? അത് തുടച്ചു മാറ്റിയത് ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെ, അണുവിമുക്തമാക്കിയിരിക്കണം. ഏത് തരം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ്സും ഇവിടെ ലേബർ റൂമിനകത്ത് കയറ്റുന്നതിന് മുമ്പായിട്ട് അത് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഹാവ് adequate cleaning sequences. എന്താണ്? മതിയായിട്ടൊരു കൃത്യമായ രീതിയിലൊരു ക്ലീനിങ് ശുചീകരണ ക്രമം ഉണ്ടായിരിക്കും, അല്ലെ. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു കൃത്യമായ ഒരു എന്താണ് ആ ഒരു മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് വേണം അവിടെ പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. അത് adequate cleaning sequences, മതിയായ ശുചീകരണ ക്രമങ്ങൾ അവിടെ ഉറപ്പുവരുത്തണം. ഓക്കെ, then damaged equipment should be repaired or replaced. Damaged equipment should be repaired or replaced. എന്താണ്? ഏതെങ്കിലും ഉപകരണങ്ങള് നന്നാക്കുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെ, അത് മാറ്റി ഉപയോഗിക്കുകയും ചെയ്യുക. ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് ഏതെങ്കിലും കേടുപാട് വരികയോ ചെയ്താൽ അത് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, then items stained with, നിങ്ങളുടെ ഈ പോയിന്റ് എങ്ങനെയാണ് കിടക്കുന്നത്? ഐറ്റംസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കിടക്കുന്നത്? സോളിഡ് എന്നാണോ കിടക്കുന്നത്? ഐറ്റം സോളിഡ് വിത്ത് ബ്ലഡ് എന്നാണോ കിടക്കുന്നത്? നോക്കിയേ, സ്റ്റെയിൻഡ് എന്നാണോ? പക്ഷെ അവിടെ ഒരു തിരുത്തുണ്ടേ. അവിടെ സോളിഡ് ബ്ലഡ് എന്ന് എഴുതണേ, SOILED. ഐറ്റം സോളിഡ് വിത്ത് ബ്ലഡ് എന്നാണ് കേട്ടോ. ഐറ്റം സോളിഡ് വിത്ത് ബ്ലഡ്, SOILED, സോളിഡ്. ഐറ്റം സോളിഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് എന്നാണ്. ഫ്ലൂയിഡ് തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? ഫ്ലൂയിഡ് തന്നെയാണോ? ഫ്ലൂയിഡ് എന്നാണോ കിടക്കുന്നത്? നോക്കിയേ, ഫൈൻസ് എന്നായിരിക്കും കിടക്കുന്നത്, അല്ല. അത് വെട്ടാട്ടോ, അത് വെട്ടി എന്താണ് ഫ്ലൂയിഡ് എന്നാക്കുക. Fluid should be cleaned immediately എന്നാക്കണം കേട്ടോ. Should be cleaned immediately. Soiled എന്നല്ലേ പറഞ്ഞത്? ആ വാക്ക് ഒന്നുകൂടി പറയാം, ആ സെന്റൻസ് ഒന്നുകൂടി പറയാം. Item soiled with blood or body fluid should be cleaned immediately. Cleaned immediately. അങ്ങനെ തന്നെ ആക്കണേ.
എന്റെ പിള്ളേരെ ഓക്കെ. എന്താ പറയുന്നത്? ഐറ്റം സോയിൽഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആയിക്കഴിഞ്ഞാല് അവിടെ താഴെയോ എന്താണ് ആ ഒരു റൂമിൽ ആയി കഴിഞ്ഞാൽ എന്താണ് അത് പ്രത്യേക രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യണം അല്ലെ. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. ഓക്കെ ഡോ. എന്താണ് ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. എന്താണ് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാല്? മോപ്പിംഗ് ടെക്നിക്സ് യെസ്, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന അല്ലെ, പ്രത്യേക രീതിയിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനുള്ള പ്രത്യേക ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. Then examine areas for seepage or any other issue and report instantly. Examine areas for seepage. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച അല്ലെ, ഏതെങ്കിലും തരത്തില് ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ, ലീക്കേജസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഒരു കാര്യം അപ്പൊ തന്നെ എന്താണ് റിപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഏരിയാസിൽ ചോർച്ച കാണുകയാണെങ്കിൽ, സീപ്പേജ് ലീക്കേജ് കാണുകയാണെങ്കിൽ എന്താണ് അപ്പൊ തന്നെ ആ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുക. Then clean the labor table after every delivery. ഓരോ ഡെലിവറിക്ക് ശേഷം ഡെലിവറി ടേബിള് ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. Then standard procedure for disinfection and sterilization required to be followed. എന്താണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ disinfection and sterilization required to be followed. എന്താ പറയുന്നത്? അതായത് അണുവിമുക്തമാക്കുന്ന എല്ലാത്തരം നടപടികളും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, നോക്കി നോക്കാം എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതില്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഉപകരണങ്ങളും എന്താണ് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. Then have adequate cleaning sequences. മതിയായ ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യുന്ന പ്രോസസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ അത് റിപ്ലേസ് ചെയ്യുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്യുക. ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്, അതായത് എന്തെങ്കിലും തരത്തിൽ ബ്ലഡ്സോ ബോഡി ഫ്ലൂയിഡ്സോ ഉണ്ടായാൽ അത് തന്നെ എന്താണ് അത് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനുള്ള പ്രത്യേക ടെക്നിക്സുകളെ യൂസ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ ലീക്കേജസ് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉടനടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ് ഓരോ ഡെലിവറിക്ക് ശേഷവും ഡെലിവറി ടേബിള് ക്ലീൻ ചെയ്യുക. പിന്നെന്താണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, അണുവിമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്നാ പിള്ളേരെ പൂജ വെക്കുന്ന എന്നാണ്? നവരാത്രി പൂജ വെക്കുന്ന എന്നാ പുസ്തകം? ഫ്രൈഡേ ആണോ? തേഴ്സ്ഡേ അല്ലേ? ഫ്രൈഡേ ആണോ? തേഴ്സ്ഡേ വൈകിട്ടല്ലേ? അതൊരു കൺഫ്യൂഷൻ ആയിട്ട് എല്ലാവരും പറയുന്നത് ഫ്രൈഡേ ആണ്, ചിലർ പറയുന്നത് തേഴ്സ്ഡേ ആണ്. കൺഫേം ആയിട്ടില്ല. നിങ്ങൾ വെക്കുന്നുണ്ടോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? പൂജയ്ക്ക് വെക്കുന്നുണ്ടോ? വെക്കുന്നുണ്ടോ പിള്ളേരെ? വെച്ചോ, ഇഷ്ടമുള്ളവർ വെക്കും.
ഞങ്ങൾ എന്തായാലും വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മോണ്ടിസോറിയുടെ ക്ലാസ്, PSC ക്ലാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൂടി വെക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കല്ലേ, ഞങ്ങൾക്ക് വെക്കണ്ടേ? ഞങ്ങളും പഠിക്കല്ലേ നിങ്ങളോടൊപ്പം? യെസ്, നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നിങ്ങൾ വെക്ക്. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമല്ലേ അത്, പൂജ വെക്കുക അങ്ങനെയൊക്കെ. ഇഷ്ടമുള്ളവർ വെക്കട്ടോ. അതുകൊണ്ടും പറഞ്ഞല്ല, ആരും പ്രഷർ ചെയ്തൊന്നല്ല, ഇഷ്ടമുള്ളവർ പൂജ വയ്ക്കും. നവരാത്രിയായിട്ട് അമ്പലത്തിലൊക്കെ പോയ നിങ്ങള്? 9 ദിവസം അമ്പലത്തിൽ നല്ല പരിപാടികളൊക്കെ അല്ലേ? സംഗീതാർച്ചന പരിപാടികളെല്ലാം ഉണ്ടാവും. പറ്റുന്നവരൊക്കെ പോകട്ടോ. ലാസ്റ്റ് ഡേ പോവാൻ നിന്നാല് അന്ന് പോവാം, ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്താണ് കൊല്ലൂർ വടക്കൻ മൂകാംബിക, പറവൂർ മൂകാംബിക അമ്പലം. കേട്ടിട്ടുണ്ടോ? യെസ്, വന്നിട്ടുണ്ടോ നിങ്ങള് തൊഴാൻ? യെസ്, പ്രാർത്ഥിക്കാട്ടോ. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു എക്സാം ഉണ്ടായിരുന്നു, 6th ബാച്ചിന്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോ പരീക്ഷയുടെ കാര്യം പറയണം കേട്ടോ. അവര് ഒരുപാട് നേരം ഓരോ ക്വസ്റ്റ്യൻസിന് സമയം കളയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്ത് പോകാത്തതിന്റെ ആയിരിക്കും. നമ്മളപ്പോ എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് ക്ലിയർ ആയിട്ട് പോവാട്ടോ. ലാസ്റ്റ് വെച്ചാല് എല്ലാ ചാപ്റ്റർ എന്തോരം പോർഷൻസ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്കായിരിക്കും. അപ്പൊ ആ കുട്ടികളെ ഞാൻ ഇരുന്ന് കണ്ടതാണ്, ഓരോരോ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ സമയം പോകുള്ളൂ. ലാസ്റ്റ് കൺജസ്റ്റഡ് ആയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരാതെ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ റിവൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. എക്സാം 2 മണിക്ക് തുടങ്ങി 3:30 വരെയാണ്. ആ ഒരു ടൈം ഷെഡ്യൂൾ തന്നെയാണ് എപ്പോഴും കേട്ടോ. 2 മണിക്കാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത്. അതിനകത്ത് തന്നെ എഴുതാൻ തുടങ്ങാം. 3:20 അല്ലെങ്കിൽ 3:15 എക്സാം തീരുന്ന രീതിയിൽ അങ്ങനെ പ്രിപ്പയർ ആവാം കേട്ടോ. ഓൺലൈൻ ആണ്. ഓൺലൈൻ എക്സാം ആണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരും കേട്ടോ. ഇവിടെ വെച്ച് തന്നെയാണ് എക്സാം നിങ്ങളുടെ കേട്ടോ. ഇവിടെ വെച്ച് തന്നെ എക്സാമിന്റെ ഡേറ്റ് പറയും. നമ്മുടെ പോർഷൻസ് ഒക്കെ തീരുന്ന അനുസരിച്ച് ഡേറ്റ് പറയും. 2 മൊഡ്യൂൾസ് കഴിയുമ്പോഴാണ് എക്സാം, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ നോക്കാം, അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അപ്പൊ എന്താണ് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആ പ്രൊസീജിയേഴ്സുകൾ നോക്കി. ഇനി എന്താണ് ലേബർ റൂം ആൻഡ് കണക്ടിംഗ് പാസേജ് ഷുഡ് ബി ക്ലീൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. എന്താണ് പറയുന്നത്? ലേബർ റൂമിന്റെ പാസേജസ് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത്? എത്ര പ്രാവശ്യം? ഒരു ദിവസമെങ്കിലും 2 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. Then soiled areas are cleaning or spillage should be done at the earliest time possible. A detailed wash down of the labor room must be done at least twice a month. എന്താണ് ലേബർ റൂമിന്റെ പാസേജസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഏരിയസും എന്താണ് യാതൊരു തരത്തിലുള്ള വേസ്റ്റസ് ഒന്നും പാടില്ല അല്ലെ. ട്വൈസ് എ ഡേ ആണ് കേട്ടോ. ട്വൈസ് എ ഡേ, ഒരു ദിവസത്തില് ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ആ പാസേജ്. അവിടെ യാതൊരു വിധത്തിലുള്ള സോയിൽഡ് വേസ്റ്റുകളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. പിന്നെന്താണ് അത് കൃത്യമായുള്ള ഇടവേളകളിൽ തന്നെ അത് കൃത്യമായി ക്ലീൻ ചെയ്യുകയും പിന്നെന്താണ് ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ദ ലേബർ റൂം മസ്റ്റ് ബി ഡൺ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത് അല്ലെ. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ലേബർ റൂമിന്റെ എല്ലാ ഭാഗങ്ങളും വളരെയധികം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? സ്പില്ലേജ് എന്താണോ? എക്സാമിന്റെ കാര്യമാണോ താൻ ചോദിക്കുന്നത്? എക്സാമിന് എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്. അത് ഞങ്ങള് ഇൻഡിവിജ്വലായിട്ട് അത് വാച്ച് ചെയ്യും. എല്ലാവരും ഇന്നത്തെ സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ. അത് എക്സാമിനോടനുബന്ധിച്ച് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു പോയാൽ മതി, വേറെ ഒന്നുമില്ല. In
കറണ്ട് പോയതാണ് കുട്ടികളെ, കറണ്ട് പോയതാണേ. കേൾക്കാമോ? യെസ്. നമ്മുടെ ചാപ്റ്റർ കാണുന്നുണ്ടോ നിങ്ങൾ? ചാപ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ? No. Okay. ഇപ്പോഴോ കാണാമോ? ഓക്കെ, ചാപ്റ്റർ കാണുന്നുണ്ടോ? ഇപ്പോഴോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ PDF? ഓക്കെ. Infection control refers to the policies and procedures used to reduce risk caused owing to infection spread, especially in healthcare facilities. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്? ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? എപ്പോഴും എന്താണ്, അണുനിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്, അല്ലെ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലേബർ റൂമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ട് പാടില്ല. അത് ലേബർ റൂം പേഷ്യൻസിനും അതുപോലെ തന്നെ എന്താണ്, ന്യൂബോൺ ബേബീസിനും അവിടെയുള്ള സ്റ്റാഫിന്, അല്ലെ, ഹെൽത്ത് കെയർസിനും എന്താണ് ഒരേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ്, അല്ലെ? അവർ ഇൻഫെക്റ്റഡ് ആവാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അവരുടെ സേഫ്റ്റിയും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അണുവിൽ നിന്നുള്ള, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് റിസ്കുകൾ ഇല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസുകളൊക്കെ ഉപയോഗിക്കുന്നത്. എടോ, എക്സാം ഇപ്പോഴൊന്നുമല്ല, സമയമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. പറഞ്ഞു തരുമോ? എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എക്സാമിനൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഒരു ടെൻഷനും ഇല്ല. നമ്മൾ ഇതേപോലെ ക്ലാസ് ചെയ്യുന്ന പോലെ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ എക്സാം അറ്റൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ഏതാണ് ആൻസർ എന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. Special attention and standard practice should be followed for cleaning the labor room. അല്ലെ, ലേബർ റൂം ക്ലീൻ ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് തന്നെയായിരിക്കണം സ്വീകരിക്കേണ്ടത്. Poor infection control practices in labor and delivery rooms place patients, infants as well as the healthcare staff at risk. അല്ലെ, ഇത്തരം പേഷ്യൻസിനും അതുപോലെ തന്നെ ന്യൂബോൺ ബേബീസിനും സ്റ്റാഫുകൾക്കും ഒക്കെ എന്താണ്, യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെ ക്ലീൻ ചെയ്യുന്നതിനുള്ള, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങള് സ്വീകരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഫെക്ഷൻസിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റാഫുകൾ ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അതായത് നമ്മൾ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണ്? അപകട സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഏതെല്ലാം രീതിയിലാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. എന്താണ് വേസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണെന്നാണ് പറയുന്നത് സ്റ്റാഫുകള്? യൂട്ടിലിറ്റി ഗ്ലൗസുകളും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസുകളും അവര് വെയർ ചെയ്തിരിക്കണം, അല്ലെ? വേസ്റ്റ് മെറ്റീരിയൽസുകൾ എടുക്കുമ്പോൾ ഗ്ലൗസും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസുകളും ഉപയോഗിക്കണം. ഓക്കെ, then waste to be gathered in leak-proof containers. Waste to be gathered in leak-proof containers. എന്താണ് വേസ്റ്റുകൾ കണ്ടെയ്ൻ? ആരാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? സുമിയ നിഷാദ്, എന്ത് പറ്റി?
സുമിയ എന്ത് പറ്റിയടോ? മൈക്ക് ഓൺ ചെയ്തേടോ. എന്ത് പറ്റി പറയുന്നുണ്ടല്ലേ? എന്ത് പറ്റിയതേടോ? ഓക്കെ. ശ്വാസം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ മാൻ? ഓക്കെ, റെസ്റ്റ് ചെയ്യാട്ടോ. ടേക്ക് കെയർ. വേസ്റ്റ് മെറ്റീരിയൽസിലൊക്കെ എന്താണ് അതെന്താ ലീക്ക് ആവാത്ത തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം അത് സ്വീകരിക്കേണ്ടത്. Then weight should be care for disposal when 3-4 inch full. എന്താണ് 3-4 ഇഞ്ച് നിറയുമ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ എന്താണ് നീക്കം ചെയ്യണം. ഒരു ഡിസ്പോസൽ കണ്ടെയ്നറിൽ 3-4 ഇഞ്ച് ആവുമ്പോൾ തന്നെ എന്താണ് ആ വേസ്റ്റുകൾ ക്ലിയർ ചെയ്ത് മാറ്റണം. പിന്നെ എന്താണ് waste should be separated into infections and non-infectious waste. എന്താണ് വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുക അല്ലെ? ഇൻഫെക്റ്റഡ് ആയിട്ടും നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ രണ്ടും തരംതിരിച്ചായിരിക്കണം അത് മാറ്റിയിടേണ്ടത്, സെപ്പറേറ്റഡ് ചെയ്യേണ്ടത്. ഓക്കെ, then disinfected with bleaching mixture followed by washing and autoclave. എന്താണ് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ പറയുന്നത്? ബ്ലീച്ചിങ് മിശ്രിതം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഓട്ടോക്ലേവ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്യുക. ബ്ലീച്ചിങ് മെഷീൻ മിശ്രിതം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ദെൻ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോക്ലേവ് മെഷീൻസ് ഉപയോഗിക്കുക. ഓക്കെ, then biomedical waste management standard procedure must be followed. Biomedical waste management and standard procedure must be followed. എന്താണ് അണുവിമുക്തമാക്കുന്നതിനുള്ള എല്ലാത്തരം നടപടിക്രമങ്ങളും ഫോളോ ചെയ്യണം അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഒന്നുകൂടി പറയണോ? എന്താണോ നമ്മള് സ്റ്റാഫുകള് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഗ്ലൗസും യൂട്ടിലിറ്റി ഗ്ലൗസും അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുക. പിന്നെന്താണ് ലീക്ക് ആവാത്ത തരത്തില് കണ്ടെയ്നേഴ്സിൽ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക. പിന്നെന്താണ് ഇത് 3-4 ഇഞ്ച് നിറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഓരോന്നും നിറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ എന്താണ് മാറ്റുക, ഡിസ്പോസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക അല്ലെ? അത് തങ്ങി നിർത്താനുള്ള അവസ്ഥ വരരുത്. അപ്പൊ തന്നെ അത് റിമൂവ് ചെയ്യുക. പിന്നെന്താണ് ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റഡ് ആക്കി മാറ്റണം. ഇൻഫെക്റ്റഡ് വേസ്റ്റും അതുപോലെ നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക വേസ്റ്റുകൾ. പിന്നെന്താണ് ബ്ലീച്ചിങ് മിശ്രിതം ഉപയോഗിച്ചിട്ട് അവിടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഓട്ടോക്ലേവ് മെഷീൻസുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ബാക്ടീരിയനെ എന്താണ് ഇല്ലാതാക്കുക. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കംപ്ലീറ്റ് എല്ലാം ലേബർ റൂമിന്റെ വേസ്റ്റ് കൺട്രോൾ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെയാണ് അല്ലെ? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ വേണ്ടത്, എന്തൊക്കെ മെഷേഴ്സ് ആണ് സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് ന്യൂ ബോൺ കെയർ നോക്കിയാലോ? സമയങ്ങളുണ്ടല്ലോ. ന്യൂ ബോൺ കെയർ ആരാണ് ന്യൂ ബോൺ? ബേബി അല്ലെ? ന്യൂ ബോൺ ബേബിയുടെ കെയർ അല്ലെ? നവജാത ശിശുവിന്റെ പരിചരണം അല്ലെ? ഓക്കെ, യെസ്.
നവജാത ശിശുക്കൾ. Okay. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics OD of the delivery point. എന്താണ് നവജാത ശിശുവിന്റെ പരിചരണം എന്ന് പറയുന്നത് എന്താണ്? ഓബ്സ്റ്ററി ഓഡിയുടെ അല്ലെ ആ ഒരു റൂമിന്റെ തന്നെ എന്താണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. നെസസറി കെയർ ആണ്, പ്രത്യേക പരിചരണമാണ് ന്യൂബോൺ ബേബിക്ക് ഒബ്സ്റ്ററിക്സ് ഡിപ്പാർട്ട്മെന്റില് കൊടുക്കേണ്ടത്. അമ്മയ്ക്കും കുഞ്ഞിനും തന്നെ എന്താണ് ഒരുപോലെ രീതിയിലുള്ള പരിചരണമായിരിക്കണം നൽകേണ്ടത്. ഓക്കെ. Well qualified pediatricians, staff nurses and support staff are needed. ഇവിടെ ആരൊക്കെ ഉണ്ടായിരിക്കണം? ആരുടെയൊക്കെ ആവശ്യങ്ങളുണ്ട്? എന്താണ് ആരൊക്കെ ഉണ്ടായിരിക്കണം? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കണം. ആരാണ് പീഡിയാട്രീഷ്യൻസ് എന്ന് അറിയാലോ? ശിശുരോഗ വിദഗ്ധൻ ഉണ്ടായിരിക്കണം. സ്റ്റാഫ് നഴ്സുകള് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകള് ന്യൂബോൺ കെയറില് ഉണ്ടായിരിക്കണം. സർവീസ് ഗിവൺ അറ്റ് ന്യൂബോൺ കെയർ ഫെസിലിറ്റീസ്. ഏതോ എക്സാമിന്റെ ഡേറ്റിന് മുന്നേ നിങ്ങളോട് പറയും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പറഞ്ഞത് അബദ്ധമായില്ല. എക്സാമിന് ഒരാഴ്ചക്ക് മുമ്പൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ലീവൊക്കെ തരുന്നു, സമാധാനമായിട്ട് ഇരിക്കേ. എന്താണത്? നേരത്തെ ഒരു മര്യാദക്ക് പഠിച്ചു തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ് കഴിഞ്ഞ എക്സാമിന്റെ കാര്യം കേട്ടോ. പഠിക്കുന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, എല്ലാ ദിവസവും പഠിച്ചാൽ മതി, എടുക്കുന്ന ഭാഗങ്ങൾ അത്രേ ഉള്ളൂ. ഇനി ന്യൂബോൺ കെയർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ന്യൂബോൺ കെയർ സർവീസിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കൺസിസ്റ്റ് ചെയ്യേണ്ടത്? കെയർ അറ്റ് ബർത്ത്. കെയർ അറ്റ് ബർത്ത് എന്താണ്? ജനന സമയത്തെ പരിചരണം അല്ലെ? കുഞ്ഞുങ്ങളുടെ ജനിക്കുന്ന സമയത്ത് കുഞ്ഞിനെ പരിചരിക്കുന്നു. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ഹോൺ എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ അവിടെ? ബോൺ ആണ് കേട്ടോ, ബോൺ. അതായത് ഏതെങ്കിലും ബർത്തിന് ശേഷം ഏതെങ്കിലും ഒരു കുഞ്ഞിന് എന്താണ് അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള പരിചരണങ്ങൾ. സിക്ക് ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ അസുഖമുള്ള കുഞ്ഞുങ്ങൾ അല്ലെ, അവർക്ക് എന്താണ് ഒരു ബേസിക് കെയർ, പ്രത്യേക പരിചരണം അവർക്ക് നൽകേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്? റീസസിയേഷൻ. എന്താണ്? പുനരുജ്ജീവനം. ഏതൊക്കെ രീതിയിലാണ് കുഞ്ഞിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത്? ഏതൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഘട്ടം വരുന്നത്? അതായത് ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ എന്താണ് കുഞ്ഞിന് പ്രത്യേക പരിചരണങ്ങൾ കൊടുക്കുക അല്ലെ? സേഫ്റ്റി മെഷേഴ്സുകൾ ഉപയോഗിച്ചിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള കെയർസും അല്ലെ? ഡോക്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോസിൽ അല്ലെ? അവരുടെ ഹൃദയത്തിൽ പുറത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ എന്താണ് ചോക്ക് ചെയ്തുകൊണ്ടിരിക്കും, നന്നായിട്ട് തട്ടിക്കൊടുക്കുക. ആ ഒരു എന്താണ് ഹാർട്ടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം തട്ടി പിന്നെ എന്താണ് ഉള്ളിലേക്ക് ശ്വാസമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞിനെ അവര് എന്താണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരുപാട് സിറ്റുവേഷൻസിൽ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ്. ഓക്കെ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി മാത്രമാണോ? വേറെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഓക്കെ. കുഞ്ഞി കരയാതെ വരും അല്ലെ? കുഞ്ഞി കരയാതെ, അതായത് കുഞ്ഞെ ഉറക്കെ എന്താണ് അനങ്ങാതെ കിടക്കുന്ന ഒരു അവസ്ഥ അല്ലെ? അപ്പൊ എന്താണ് കൂടുതല് എന്താ ബ്രീത്ത് കിട്ടാത്തതുകൊണ്ടാണ് കുഞ്ഞ് അനങ്ങാതിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം അവരിങ്ങനെ തട്ടി എന്താണ് കുഞ്ഞ് കരയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ന്യൂബോൺ കെയർ സർവീസിലാണ്. പിന്നെ എന്താണ് എന്തെങ്കിലും ജനറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകാം. അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ ജനന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് വരാം, അതിലേക്ക് വരുന്നുണ്ടോ? അപ്പൊ എന്താണ് പ്രധാനമായിട്ടും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ് കുഞ്ഞിന് ഉണ്ടാകാറുള്ളത് അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് മാക്സിമം എഫേർട്ട് എടുത്ത നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ മാക്സിമം എഫേർട്ട് എടുത്ത കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്.
എന്താണ് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവന്റെ വൈറ്റൽ സയൻസ് ഒക്കെ മോണിറ്റർ ചെയ്യും. വൈറ്റൽ സയൻസ് അറിയാലോ നമുക്ക്, ഹാർട്ട് ബീറ്റ് ഒക്കെ, അതൊക്കെ കൃത്യമായ ഇടവേളകൾ അത് കൃത്യമായി ചെക്ക് ചെയ്യുന്നു. ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, അവർക്ക് വേണ്ട ജനിച്ച ഉടനെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഇമ്മ്യൂണൈസേഷൻ. ഏത് തരത്തിലുള്ള ഇമ്മ്യൂണൈസേഷനാണ് കൊടുക്കുന്നത്? BCG എടുക്കാറില്ലേ? BCG ജനിച്ച ഉടനെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് എന്താ? BCG. ഇമ്മ്യൂണൈസേഷൻ സർവീസുകളെ കൃത്യമായിട്ട് പ്രതിരോധ കുത്തിവെപ്പുകളെ കുഞ്ഞിന് കൃത്യമായി നൽകുന്നു. ചെക്ക് ഫോർ എനി ന്യൂ ബോൺ ഇറഗുലാരിറ്റി. പിന്നെ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ഇറഗുലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ജനന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ എന്താണ്? ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. മുലയൂട്ടുന്നതിന് എന്താണ്? മുലയൂട്ടുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നൽകുന്നു. Then looking to the high risk newborn. Looking to the high risk newborn. എന്താണ് പറയുന്നത്? അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക രീതിയിലുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേക രീതിയിലുള്ള പരിചരണങ്ങൾ നൽകുന്നു. ഓക്കെ, പിന്നെന്താണ്? അവരുടെ റെഫറൻസ് സർവീസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ന്യൂബോൺ ഫെസിലിറ്റീസിൽ പ്രധാനമായും ചെയ്യുന്നത്. എന്തൊക്കെയാണ്? കെയർ അറ്റ് ബർത്ത് അല്ലെ, ജനന സമയത്തുള്ള പരിചരണങ്ങള്, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക്, അസുഖമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക പരിചരണങ്ങള്, റിസസിറ്റേഷൻ മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ കുഞ്ഞിനെ ചൂടിലിടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് കുറവായ കുട്ടികൾ ഉണ്ടാവും അല്ലെ, അവർക്കൊക്കെ പ്രത്യേക കെയറുകൾ നൽകേണ്ടതുണ്ട്. ഓക്കെ, ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽ സയൻസ്, കുഞ്ഞുങ്ങളുടെ വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നു. ഇമ്മ്യൂണൈസേഷൻ സർവീസ് കൊടുക്കുന്നു. പ്രതിരോധ കുത്തിവെപ്പ് ജനിച്ച ഉടനെ കുഞ്ഞിന് നൽകേണ്ട പ്രധാന കുത്തിവെപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് നൽകുന്നു. പ്രത്യേകിച്ച് BCG ആണ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് എടുക്കുന്ന പ്രതിരോധ കുത്തിവെപ്പ്. പിന്നെന്താണ്? ചെക്ക് ഫോർ എനി ന്യൂബോൺ ഇറഗുലാരിറ്റി. ഏതെങ്കിലും തരത്തിലുള്ള ജനന സമയത്ത് ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെന്താണ്? ബ്രസ്റ്റ് ഫീഡിങ് അല്ലെ, മുലയൂട്ടുന്ന അതുപോലെ തന്നെ മുലയൂട്ടുന്നതിന് കൂടുതൽ സപ്പോർട്ട് നൽകുന്നു. ലുക്കിംഗ് ടു ദ ഹൈ റിസ്ക് ഓഫ് ന്യൂ ബോൺ ബേബീസ്, ഉയർന്ന അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണനകൾ നൽകുന്നു. ഓക്കെ, പിന്നെന്താണ്? റെഫറൻസ് സർവീസസ്, ഇതെല്ലാ കാര്യങ്ങളും റിഫറൻസ് ചെയ്യുന്നു. അതിന് കുഞ്ഞുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഫറൻസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ പിള്ളേരെ? ന്യൂബോൺ കെയർ. ഓക്കെ, യെസ്. ഇനി നിങ്ങള് നമ്മൾക്ക് ഇതിൽ കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ് അധികം വേണ്ട, ഒരു 10 മിനിറ്റ്സിൽ തീരാവുന്ന കാര്യങ്ങളുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ആംബുലൻസ് സർവീസസ് എടുത്തു വെക്കുക കേട്ടോ. ആംബുലൻസ് സർവീസസ് ചാപ്റ്റർ നെയിം എനിക്ക് അറിയില്ല കേട്ടോ. ചാപ്റ്റർ നമ്മളുടെ കയ്യിൽ PDF-ൽ നിങ്ങളുടെ കയ്യിലൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് എടുക്കും. പേര് നോക്കിയിട്ട് എടുത്തു വെക്കുക കേട്ടോ. ആംബുലൻസ് സർവീസസ്, നെക്സ്റ്റ് ചാപ്റ്റർ ആംബുലൻസ് സർവീസസ്. കേട്ടോ എല്ലാവരും? യെസ്, യെസ്. കറണ്ട് പിന്നെ പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാപ്റ്റർ 28 നിങ്ങളുടെ ഏതൊക്കെ എടുക്കണമെന്ന് നോക്കിക്കോട്ടോ. പേര് അത് തന്നെ, ആംബുലൻസ് സർവീസസ്. ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്, ഇത്തിരി സമയം എടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അതും പിന്നെ ഏതാണ്? ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ഇച്ചിരി വലുതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എന്തെങ്കിലും? ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഭാഗത്തിന്റെ പേരാണ്, ചാപ്റ്ററിന്റെ പേരാണ് ടീച്ചർ പറഞ്ഞത്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്. അത് ഇച്ചിരി ലെങ്തി ആയ ചാപ്റ്റർ ആണ്. അത് ഈ ആംബുലൻസ് സർവീസും കൂടി കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
എക്സാമിന് മുമ്പ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീരും. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, എന്നാ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. എടുക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ആ വാക്കുകളും സെന്റൻസുകളും ഒക്കെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. ബൈ.